കണ്ണൂർ പയ്യാമ്പലം ബീച്ച്. സിറ്റിയിൽ നിന്ന് 3 കിലോമീറ്റർ മാറി. ബസ്സുകളില്ല, ഓട്ടോയിൽ തന്നെ പോകണം, അല്ലെങ്കിൽ നടന്നു പോകണം. നടന്നു പോകാനും രസമുള്ള വഴികളാണ്. ഈ പയ്യാമ്പലം ബീച്ച് റിലാക്സേഷനും പിക്നിക്കിനും സ്വിമ്മിങ്ങിനും സർഫിങ്ങിനും ബോട്ടിങ്ങിനും എല്ലാ ആവശ്യങ്ങൾക്കും ഇവിടെ വരാം. നടക്കാനും വളരെ സുന്ദരമാണ്. ഇവിടെ ഗോൾഡൻ സാൻഡ്സാണ് ഉള്ളത്. അത് തന്നെ നമ്മുടെ കണ്ണിന് ആകർഷണമാണ്. ആവശ്യത്തിന് മരങ്ങളും. ഇതാ ഒരു ഒട്ടകം, അവൻ രാജ്ഞിയായി നമ്മളെ ഒട്ടകപ്പുറത്ത് കയറ്റിക്കൊണ്ട് നടക്കുന്നു. മഹാന്മാരുടെ സ്റ്റാച്യുവും മെമ്മോറിയൽസും ഉണ്ട്. ഇവിടെ നമ്മൾ കണ്ടത് തത്വമസി സുകുമാർ അഴീക്കോടിൻ്റെ മെമ്മോറിയലാണ്. ഇവിടെ ജാതി മതവും നോക്കിയിട്ടില്ല, എല്ലാവരുടെ മെമ്മോറിയൽ കാണാം. അതുപോലെ രാഷ്ട്രീയം നോക്കിയിട്ടില്ല, ഇടതുപക്ഷത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും എന്തിനു പറയുന്നു BJPയുടെയും ഇവിടെ കാണാം. വ്യവസായികളും സോഷ്യൽ പ്രവർത്തകരെയും സ്റ്റാച്യുവും മെമ്മോറിയൽ ഇവിടെയുണ്ട്. ഇവിടെ ഇത് വെക്കാനുള്ള മാനദണ്ഡം എന്താണെന്ന് എനിക്കറിയില്ല. എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് സുകുമാർ അഴീക്കോടിൻ്റെ സ്റ്റാച്യുവും ദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുമാണ്. നമ്മൾ മറന്നു തുടങ്ങിയ ദേശാഭിമാനി രാമകൃഷ്ണപിള്ള. ഇതാ ഒരു പട്ടാളക്കാരനും വീരമൃത്യു വരിച്ച പട്ടാളക്കാരൻ്റെയും സ്റ്റാച്യു ഇവിടെ ഉണ്ട്. അതിനു പുറമെ AK ഗോപാലകൃഷ്ണൻ, AKG. അതെ, മലയാളികൾക്ക് മറക്കാൻ കഴിയുമോ? കമ്മ്യൂണിസ്റ്റുകാർക്കല്ല, എല്ലാ മലയാളികൾക്കും. ഇതാ ദേശാഭിമാനിയുടെ സ്റ്റാച്യു, അതും പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത് മരിച്ച രാഷ്ട്രീയക്കാരും ഇവിടെ ഉണ്ട്. അവരുടെ പേരുകൾ ഞാൻ എടുത്ത് പറയുന്നില്ല. ഈ സ്റ്റാച്യുവിൻ്റെ പുറയിലുള്ള തോടാണ്. ആ തോട് മുഴുവൻ പച്ചപ്പിലാണ് നിൽക്കുന്നത്. ഇവിടെ ഒരു പാർക്കുമുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും നല്ല വിശ്രമിക്കാൻ സൗകര്യമുള്ള പാർക്ക്. ബീച്ചുള്ളപ്പോൾ പാർക്കിൻ്റെ ആവശ്യമുണ്ടോ എന്ന് സംശയം വരാം. പക്ഷേ കുട്ടികൾക്ക് കളിക്കാൻ പാർക്ക് തന്നെ വേണ്ടയോ? ചെറിയൊരു പീസേ ഉള്ളൂ. ആ പീസും കൊടുത്ത് നമുക്കും കയറാം. ആ പാർക്കിൻ്റെ ഗേറ്റാണിത്. ബീച്ചിൽ നിന്നുമുണ്ട്, ബോട്ടിൽ നിന്നുമുണ്ട്. സൗകര്യപ്രദമായ വിധത്തിൽ നമുക്ക് കയറാൻ സൗകര്യമുണ്ട്. ഞാൻ ബീച്ചിൽ നിന്ന് കയറി മറുവശത്തോട് ഇറങ്ങി പോകുകയാണ് ഉണ്ടായത്. ഈ പാർക്കിൽ ഐസ്ക്രീം മാത്രമേ മേടിക്കാൻ കിട്ടുള്ളൂ, ചായ ഒന്നുമില്ല. പക്ഷേ പാർക്കിൻ്റെ മുമ്പിൽ ബീച്ചിൽ ചായപ്പിടികളുണ്ട്. നമുക്ക് എന്തും മേടിക്കാൻ കിട്ടും. അങ്ങനെ വളരെയധികം സൗകര്യപ്രദമായ ബീച്ചുമാണ് പാർക്കുമാണ് കണ്ണൂർ പയ്യാമ്പലം ബീച്ച്. മലയാളികൾ ഒരു ദിവസം കണ്ണൂർ പോയാൽ ഇതെല്ലാം കണ്ട് നിങ്ങൾക്ക് വരാൻ കഴിയും. ഞാൻ എറണാകുളത്ത് നിന്ന് 5:10 ട്രെയിനിൽ പോയി കണ്ണൂർ കോട്ട, പയ്യാമ്പലം ബീച്ച്, ലൈറ്റ് ഹൗസ്, അറക്കൽ മ്യൂസിയം, കണ്ണൂർ ഫിഷിംഗ് ഹാർബർ കണ്ട് തിരിച്ച് രാത്രി വീട്ടിലേക്ക് പോകുന്നു. ആ യാത്ര വിവരണം ഞാൻ ലൈവിൽ പറയുന്നതാണ്. നിങ്ങൾ എൻ്റെ ലൈവിലും വരണം, എന്നോട് സഹകരിക്കണം. ഇവിടുത്തെ മരങ്ങൾ നോക്കൂ, എന്തോ ഒരു ഭംഗിയാണ്. എൻ്റെ ചാനലിൻ്റെ പേര് ഷെല്ലി MF. നിങ്ങളെ അടുത്ത വീഡിയോയിലും കാണാമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു. എൻ്റെ അടുത്ത സ്ഥലം മൈസൂരാണ്. മൈസൂരത്തെ കാഴ്ച ഉടനെ വരും. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. ചാനലിൻ്റെ പേര് ഷെല്ലി MF.